നമസ്കാരം. ഞാൻ ഡോക്ടർ എസ് ലാൽ. അടുത്ത കാലത്ത് കേരളത്തിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നൊരു വിഷയത്തിൽ ചില ശാസ്ത്രീയ അഭിപ്രായങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന് വ്യാപനം വളരെ കൂടുന്നുണ്ട്. അതെല്ലാവർക്കും അറിയാം. സർക്കാരിനും അറിയാം, പ്രതിപക്ഷ പാർട്ടികൾക്കറിയാം, യുവജന സംഘടനകൾക്കറിയാം. അതുകൊണ്ടാണ് സർക്കാരും പാർട്ടികളും യുവജന സംഘടനകളും ഒക്കെ ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ മയക്കുമരുന്ന് വ്യാപനം ആദ്യമായിട്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ പുതിയ സംഭവമൊന്നുമല്ല. പക്ഷേ അടുത്ത കാലത്ത് വളരെ കൂടുതലാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. രാസവസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഈ കുത്തിവയ്പ്പിലൂടെ മയക്കുമരുന്ന് എടുക്കുന്നവരുണ്ട്. എന്ന് പറയുമ്പോൾ മയക്കുമരുന്ന് എടുത്ത് നമ്മുടെ സിരകളിൽ കുത്തിവെച്ച് അങ്ങനെ ശീലം വന്നവരും പുതുതായിട്ട് ഉപയോഗിച്ച് തുടങ്ങുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ HIV രോഗം കണ്ടുപിടിച്ചതായിട്ട് മലപ്പുറത്ത് ചില വാർത്തകളൊക്കെ വന്നു. അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് സംഭാഷണം നടക്കുന്നത് നല്ലത് തന്നെയാണ്. അത്തരം വാർത്തകൾ നമ്മൾ അറിയണം, ജനങ്ങളറിയണം, ആരോഗ്യ പ്രവർത്തകർ അറിയണം, മാധ്യമങ്ങൾ അറിയണം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും അശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രധാനമായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനും പല ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുത്തപ്പോൾ സഹ പാനലിസ്റ്റുകളുടെയൊക്കെ അഭിപ്രായത്തിൽ എനിക്ക് ചില വിയോജിപ്പുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ഉദാഹരണത്തിന് പറയുമ്പോഴത്തേക്ക് നമുക്ക് HIV ഒരു പശ്ചാത്തലം കൂടെ അറിഞ്ഞിരിക്കണം. 80കളിലാണ് ഈ രോഗം വന്നത്. അപ്പോൾ അത് ആദ്യകാലത്ത് അമേരിക്കക്കാരൻ്റെ രോഗമാണ് നമ്മൾ പറയാൻ തുടങ്ങി. നമുക്കൊന്നും വരില്ല എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബോംബെയിലൊക്കെ ഈ രോഗം വരാൻ തുടങ്ങി, മദ്രാസിൽ. അപ്പോൾ പറഞ്ഞു നമ്മളിത് കേരളത്തിന് പുറത്തു പോകുന്നവർക്ക്, അല്ലെങ്കിൽ കേരളത്തിന് പുറത്താണ് HIV രോഗം എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കേരളത്തിലും ഈ രോഗം കണ്ടു. അപ്പോൾ നമുക്ക് ഈ രോഗം യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാകുന്നത്. അതുവരെ നമുക്കിത് മറ്റുള്ളവരെ പഴിക്കാനുള്ള രീതിയായിരുന്നു. അത് മറ്റുള്ളവർക്ക് വരുന്ന അസുഖമാണ്. ഇന്ത്യയിൽ 0.2% എന്ന് പറഞ്ഞാൽ 1000 പേരെ ടെസ്റ്റ് കഴിഞ്ഞാൽ അതിൽ 2 പേർക്ക് HIV ഉണ്ട്. 1000-ൽ 2 എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ നമ്പറായിട്ട് തോന്നും. പക്ഷേ ഇന്ത്യയുടെ ജനസംഖ്യ ആലോചിക്കണം. ഇതിന് ജനസംഖ്യ ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യയിൽ എത്ര 1000 ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 2.5 മില്യൺ 25 ലക്ഷത്തോളം പേർക്ക് HIV ഉണ്ട്. ഏതാണ്ട് അത്രയും. കൃത്യകണക്കല്ല പറയുന്നത്. ഏതാണ്ട് നമ്മളൊരു കണക്ക് കൂട്ടിയിരിക്കുന്നത് 10-25 ലക്ഷം പേർക്ക് ഇന്ത്യയിൽ HIV ഉണ്ട്. 25 ലക്ഷം പേർക്ക്. ചില രാജ്യങ്ങളുടെ ജനസംഖ്യ തന്നെ അത്രയോ അതിനേക്കാൾ കുറവൊക്കെയാണ്. അപ്പം അങ്ങനെയാണ് അറിയേണ്ടത്. അപ്പോൾ ഏറ്റവും കൂടുതൽ HIV ഉള്ളവർ അങ്ങനെയുള്ള രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ 3-ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. സൗത്ത് ആഫ്രിക്കയും നൈജീരിയയും കഴിഞ്ഞ ഇന്ത്യയാണ്. എന്നാൽ HIV ശതമാനം വളരെ കൂടുതലുണ്ട്. ജനസംഖ്യയുടെ 10%, 20% HIV ഉള്ള നാടുകൾ ആഫ്രിക്കയിലൊക്കെ ഉണ്ട്. അപ്പോൾ ശതമാനം, പക്ഷേ അവരുടെ ജനസംഖ്യ കുറവാണ്. അപ്പോൾ മൊത്തം HIV ഉള്ളവരുടെ എണ്ണം വരുമ്പോൾ കുറവായിരിക്കും. ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ ഇന്ത്യ ജനസംഖ്യയിൽ 1-ാം സ്ഥാനമാണ്, വലിയ ജനസംഖ്യയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ശതമാനം പോലും വലിയ നമ്പറുകളാണ്. അതുകൊണ്ടാണ് 25 ലക്ഷം പേർക്കൊക്കെ HIV ഇന്ത്യയിലുണ്ടെന്ന് പറയുന്നത്. ഒരു വർഷം 10-60,000 പേർക്ക് ഇന്ത്യയിൽ HIV ഉണ്ടാകുന്നുണ്ട്. 40,000-40,000 പേർ ഇന്ത്യയിൽ HIV വന്ന് മരിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം പറഞ്ഞാലും 10-25,000 പേർക്ക് കേരളത്തിൽ HIV ഉണ്ട്. കേരളത്തിൽ HIV ഉള്ളത് മുമ്പൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് ഈ ലൈംഗിക തൊഴിലാളികളിലാണ്, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നത്. അങ്ങനെയല്ലേ. 10-25,000 പേർക്ക് കേരളത്തിൽ HIV ഉണ്ട്. HIV പറ്റിയുള്ള ഒരുപാട് നമുക്ക് തെറ്റായ ധാരണകളെ കൊണ്ട് പണ്ടും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. HIV വന്ന കുട്ടികളെ സ്കൂളിൽ കയറ്റാതിരിക്കുക, അല്ലെങ്കിൽ HIV ഉള്ളവരുടെ കൂടെ നിൽക്കാതിരിക്കുക, അങ്ങനത്തെ സംഭവങ്ങൾ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. അതൊക്കെ കുറഞ്ഞു വന്നതിൻ്റെ കാരണം നമുക്ക് ഒന്ന് HIV പറ്റിയുള്ള പ്രചരണങ്ങൾ ഒക്കെ കുറഞ്ഞതുകൊണ്ടും കൂടെയൊക്കെയാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ HIV ആദ്യകാലത്ത് ഒരു മരുന്നും ഇല്ലായിരുന്നു. പിന്നീടുള്ള മരുന്നുകൾ വളരെ പാർശ്വഫലങ്ങളിലായിരുന്നു. ഇപ്പോഴുള്ള മരുന്ന് പറഞ്ഞാൽ HIV വന്നവർക്ക് ദിവസം ഒരു നേരം കഴിക്കാവുന്ന സുരക്ഷിതമായ മരുന്നുകളുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ HIV മാറില്ല. HIV ഇന്നത്തെ നിലയ്ക്ക് HIV മാറാനായിട്ട് അല്ലെങ്കിൽ ശരീരത്തിൽ വൈറസിനെ പൂർണ്ണമായി നീക്കം ചെയ്യാൻ ഒരു മരുന്നുമില്ല, വാക്സിനേഷനും ഇല്ല. പിന്നെ ഇപ്പോഴത്തുള്ള മരുന്നുകളുണ്ട് HIV രോഗാണുക്കളുടെ എണ്ണം ശരീരത്തിൽ കാര്യമായി കുറയ്ക്കാനും, ഒരുപക്ഷെ ടെസ്റ്റ് ചെയ്താൽ പോലും കാണാത്ത രീതിയിലേക്ക് കുറയ്ക്കാനും, ഒരു സാധാരണ ജീവിതം നയിക്കാനും പറ്റുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. മുമ്പ് അങ്ങനെയല്ലായിരുന്നു. HIV വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ രംഗത്ത് പോലും പറഞ്ഞത് ഇത് മരണവാറുണ്ടെന്നൊക്കെ പറയുക. എന്ന് പറഞ്ഞാൽ HIV വന്നു കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്കകത്ത് മരിച്ചു പോകും. അപൂർവം പേരെ കുറച്ചെങ്കിലും ജീവിച്ചിരിക്കും. ചിലർ പെട്ടെന്നൊക്കെ മരിച്ചു പോകുമായിരുന്നു. അങ്ങനെ HIV വന്നവർക്ക് ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കുറയുന്നതുകൊണ്ട് നാട്ടിൽ ലഭ്യമായ അസുഖങ്ങളൊക്കെ കിട്ടും. ഇപ്പോഴും HIV ഉള്ളവർക്ക് 60% പേര് രോഗം വരുന്നത് അല്ലെങ്കിൽ മരിക്കുന്നതൊക്കെ ക്ഷയരോഗം കാരണമാണ്. കാരണം ക്ഷയരോഗം ലോകത്തെല്ലായിടത്തും ഉണ്ട്. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ HIV-ക്കെതിരെ HIV കാഠിന്യം കുറയ്ക്കുന്ന അല്ലെങ്കിൽ വൈറസുകളുടെ എണ്ണം കുറയ്ക്കുന്ന മരുന്നുകൾ വന്നതോടുകൂടി
കുറച്ചുകൂടി സുരക്ഷിതമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഭദ്രമായിട്ട് മനുഷ്യർക്ക് ജീവിക്കാനും ഏതാണ്ട് HIV ഇല്ലാത്ത ആളുടെ അത്രയും തന്നെയും HIV ഉള്ള ആൾക്ക് ജീവിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിൽ മരുന്നുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ദിവസം ഒരു നേരം കഴിച്ചാൽ മതി. പക്ഷേ ഈ പറഞ്ഞ പോലെ HIV ചികിത്സ പൂർണ്ണമായി മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് HIV വരാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അഥവാ വന്നു കഴിഞ്ഞാൽ 25,000 പേർക്ക് വരെ നമ്മുടെ പല സൗകര്യങ്ങൾക്ക് ഇത് കാണും. നമ്മുടെ സാധാരണ മനുഷ്യർക്ക് ഇതുണ്ട്. ഇത് പല വിഭാഗക്കാർക്കുണ്ട്. ഡോക്ടർമാർക്ക് HIV ഉണ്ട്, രാഷ്ട്രീയക്കാർക്ക് വന്നിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്, സാധാരണ ഉദ്യോഗസ്ഥർക്കുണ്ട്, സാധാരണ മനുഷ്യർക്കുണ്ട്, വീട്ടമ്മമാർക്കുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ HIV വരുന്നത് ആരോ കുറ്റക്കാരനോ അല്ലെങ്കിൽ മോശമെന്ന് വിചാരിക്കരുത്. അതുകൊണ്ടാണ് പണ്ട് HIV വന്ന സ്ത്രീകളെ കല്ലെറിയാൻ അവർക്കെതിരെ മൈക്ക് അനൗൺസ്മെൻ്റ് നടത്തിയപ്പോഴാണ് പിന്നീടാണ് അറിയുന്നത് വന്ന സ്ത്രീകൾക്കെല്ലാം കിട്ടിയത് ഭർത്താക്കന്മാരിൽ നിന്നുമാണ്. അപ്പോൾ നമ്മളിത് കുറ്റം ആരോപിച്ചിട്ട് കാര്യമില്ല. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവർ രോഗിയാണ്. അതെങ്ങനെ വന്നു എന്ന് പോലും വിഷയമല്ല. ഞങ്ങളൊക്കെ മെഡിക്കൽ കോളേജ് പഠിക്കുമ്പോൾ തന്നെ അധ്യാപകർ പറയാറുണ്ട്, ചില നല്ല അധ്യാപകർ, നമ്മൾ ആശുപത്രി ആക്രമിക്കാൻ വന്നൊരുത്തൻ അല്ലെങ്കിൽ നമുക്ക് 2 തല്ല് തന്നവൻ അടുത്ത നിമിഷം അവൻ മറിഞ്ഞ് വീഴുകയാണെങ്കിൽ ഇതേ ആശുപത്രിയിൽ നമ്മൾ അവൻ രോഗിയായിട്ടാണ് ചികിത്സിക്കുന്നത്. ഈ നമ്മൾ തല്ലാൻ വന്നവനെ അങ്ങനെ ചിന്തിക്കില്ല. അപ്പോൾ അതാണ് വൈദ്യശാസ്ത്രം. അപ്പോൾ നമുക്ക് അതൊരു ആഗോളതലത്തിലും അങ്ങനെയാണ്. ഒരാളുടെയും കുറ്റമല്ലൊരു രോഗം. അപ്പോൾ HIV പകരുന്നത് ഇപ്പോഴും 90% ലൈംഗിക ബന്ധത്തിലൂടെയാണ്, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ. ഒരു പങ്കാളിക്ക് HIV ഉണ്ടാകുകയും മറ്റേ പങ്കാളിക്ക് HIV ഇല്ലാത്ത ആൾക്കാണെങ്കിൽ HIV കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ 90% ലൈംഗിക ബന്ധത്തിലൂടെയാണ്. മറ്റു പല മാർഗങ്ങളുണ്ട്. അതിലൊരു 6% വരുന്നത് കുത്തിവയ്പ്പ് സൂചികളിലൂടെയാണ് അല്ലെങ്കിൽ സിറിഞ്ചുകളിലൂടെയാണ്. HIV ഉള്ള ആൾക്കാർ HIV ഇല്ലാത്ത ആൾക്കാരൊക്കെ ചിലപ്പോൾ ഈ മയക്കുമരുന്ന് ശരീരത്തിലേക്ക് കുത്തിവയ്ക്കാനായിട്ട് ഒരേ സൂചി ഉപയോഗിക്കും. അപ്പോൾ വ്യത്യസ്തമായ സൂചികളും സിറിഞ്ചൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ പാടില്ല. പക്ഷേ പലപ്പോഴും ഇതൊന്നും ലഭ്യമായിരിക്കില്ല. ഒരു സൂചിയും അല്ലെങ്കിൽ ഒരു സിറിഞ്ചൊക്കെ ആയിരിക്കും കാണുന്നത്. മയക്കുമരുന്ന് അതിനോട് അടിമപ്പെട്ടവർ ഒരുപാട് പേര് കാണും. ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ഉപയോഗിക്കും. അപ്പോൾ HIV ഉള്ള ഒരാളിൽ നിന്ന് HIV ഇല്ലാത്ത ഒരാളിലേക്ക് HIV പകരാം. അങ്ങനെ സംഭവമാണ് ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടത്. ഇത് ആദ്യ സംഭവമൊന്നുമല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ HIV ഉള്ളത്, HIVയുടെ ഭൂപടം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ HIV ഉള്ളത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലാണ്. അവിടെ ഈ കുത്തിവയ്പ്പിലൂടെ മയക്കുമരുന്ന് എടുക്കുന്നത് വളരെ സാധാരണമാണ് നമ്മൾ സംസ്ഥാനമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവിടെ വളരെ കൂടുതലാണ് HIV. അത് കൂടുതലും പകരുന്നത് കുത്തിവയ്പ്പ് സൂചികളിലൂടെയാണ്. അപ്പോൾ ഇന്ത്യയിലെ HIV ഏറ്റവും കൂടുതൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും പിന്നെ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. അവിടെ കേരളം കുറവാണ്. തുടക്കത്തിലേ കേരളത്തിൽ കുറവാണ്. കേരളത്തിൽ HIV ഉണ്ടെങ്കിലും 10-25,000 പേർക്ക് ഇപ്പോഴും HIV ആയിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും മറ്റ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ട് നോക്കുമ്പോൾ ഇവിടെ HIVയുടെ അളവ് വളരെ കുറവാണ്. അപ്പോൾ ചുവന്ന മാപ്പ് ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ HIVയുടെ പടം വരയ്ക്കുമ്പോൾ ചുവപ്പ് വരുന്നത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും തെക്കേ ഇന്ത്യയിൽ കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങൾക്കുമാണ്. ഇത് കേരളത്തിൽ വളരെ പ്രധാനമാണ്. ഇപ്പോൾ കുത്തിവയ്പ്പിലൂടെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ സൂചികളൊക്കെ സിറിഞ്ചൊക്കെ മാറി ഉപയോഗിക്കുമ്പോൾ കേരളത്തിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്താണ് പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിൽ ഒരുപാട് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തൊഴിലിന് വരുന്നവരുണ്ട്. അവർ മോശക്കാരായതുകൊണ്ടല്ല, നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ്, മലയാളികളായിട്ടിരിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിലാണ് നമുക്ക് ആരോഗ്യാവബോധം വിദ്യാഭ്യാസമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ അസുഖങ്ങൾ കുറഞ്ഞിരിക്കുന്നത്. നമ്മൾ മഹാരാഷ്ട്രയിലോ തെക്കൻ സംസ്ഥാനങ്ങൾ മറ്റ് തെക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ആയിരുന്നു ഇത്തരം നല്ല ആരോഗ്യം വേണമെന്നില്ല. HIV മഹാരാഷ്ട്രയിലും കൂടുതലാണ്. അപ്പോൾ ആളുകളുടെ കുഴപ്പമില്ല, അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾ. മഹാരാഷ്ട്രയിലാണെങ്കിൽ ബോംബെ പോലുള്ള പ്രദേശങ്ങളിൽ ബോംബെ സിറ്റിയിൽ 60% പേര് ചേരിയിലാണ് ജീവിക്കുന്നത്. അവരുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മളവിടെ ജീവിച്ചിരുന്നെങ്കിൽ വളർന്നെങ്കിൽ നമ്മളൊക്കെ അതുപോലെ തന്നെ പെരുമാറിയിരുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് HIV കുറവാണ്. മയക്കുമരുന്ന് ഉപയോഗം കുറവായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരുപാട് വ്യാപനം നടക്കുന്നുണ്ട്. അതിനകത്ത് കുത്തിവയ്പ്പിലൂടെ മയക്കുമരുന്ന് എടുക്കുന്നവരുണ്ട്. അത് പലരും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വരുന്നവരാണ്. അവരുടെ സംസ്ഥാനം മോശമായതുകൊണ്ടല്ല, അവിടെ HIV കൂടുതലാണ്. അതിൻ്റെ കണക്കും പറയാം. അപ്പോൾ അവരുമായിട്ട് ചേർന്ന് മലയാളികളൊക്കെ ഒരേ സൂചി വെച്ച് കുത്തിവയ്പ്പ് മയക്കുമരുന്ന് കുത്തിവയ്പ്പ് നടത്തിക്കഴിഞ്ഞാൽ HIV വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ പറഞ്ഞില്ലേ 90% വരുന്നത് ലൈംഗിക ബന്ധത്തിലൂടെയാണ്. 6% കുത്തിവയ്പ്പ് സൂചികളിലൂടെ അല്ലെങ്കിൽ കുത്തിവയ്പ്പിലൂടെയാണ്, മയക്കുമരുന്ന് കുത്തിവയ്ക്കുന്നതിലൂടെയാണ് വരുന്നത്. അപ്പോൾ വിവിധ ജനസമൂഹങ്ങളിൽ HIV നോക്കുകയാണെങ്കിൽ നമ്മൾ പണ്ടെല്ലാം വിചാരിച്ച ലൈംഗിക തൊഴിലാളികൾക്കാണ് HIV മുഴുവനും. ഇന്നത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ലൈംഗിക തൊഴിലാളികൾക്ക് അവരിൽ 1% പേർക്ക് HIV ഉള്ളൂ. കാരണം അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് അവർ ഉറ ഉപയോഗിക്കുകയും സുരക്ഷിത മാർഗം സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാകണം. എന്നാൽ കുത്തിവയ്പ്പിലൂടെ മയക്കുമരുന്ന് സ്വീകരിക്കുന്നവരിൽ 6% പേർക്ക് HIV, 100-6 പേർക്ക്. കുത്തിവയ്പ്പിലൂടെ മയക്കുമരുന്ന് എടുക്കുന്ന 100 പേരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 6 പേർ, ശരാശരിയാണ് പറയുന്നത്, 6 പേർക്ക് HIV ഉണ്ട്. അപ്പോൾ ആ
മാർഗത്തിലൂടെ HIV പകരാനുള്ള സാധ്യത കൂടുതലാണ്. കേരളത്തിൽ നമ്മുടെ മറ്റ് സംസ്ഥാനക്കാർ വരുമ്പോൾ നമുക്ക് അവരെ മാറ്റി നിർത്താനൊന്നും പറ്റില്ല. നമ്മളും അന്യ സംസ്ഥാനങ്ങളിൽ പോയി അന്യ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവരാണ്. അത് ലോകത്തിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് മറ്റ് സംസ്ഥാനക്കാരാണ് കുഴപ്പമെന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിലുള്ള രോഗങ്ങളുണ്ട്, അല്ലെങ്കിൽ കേരളത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് കേരളീയർ മോശമായതുകൊണ്ടാണ്. ഇപ്പോൾ പ്രമേഹ രോഗം കേരളത്തിൽ കൂടുതലാണ്, റോഡപകടങ്ങൾ കേരളത്തിൽ കൂടുതലാണ്. അപ്പോൾ അത് കേരളം മോശമാണ്. ആത്മഹത്യ കേരളത്തിൽ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അത് പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങൾ എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ മൊത്തം സമൂഹത്തിൽ ഈ ഒരു നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ എത്തിക്കണം. എല്ലാവർക്കും അറിയാം HIV കുഴപ്പം പിടിച്ച അസുഖമാണെന്നറിയാം. വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ നിന്ന് മാറാനുള്ള മരുന്നുകൾ ഇപ്പോൾ ഇല്ലയെന്നറിയാം. ഇതൊക്കെ പറയുമ്പോൾ പലപ്പോഴും ലാഘവ ബുദ്ധിയോടെയൊക്കെ മനുഷ്യൻ ഇടപെട്ടു പോകും. ഈ ലൈംഗിക സ്വഭാവം ഒരാളുടെയും നേരത്തെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡോക്ടർമാർക്ക് HIV ഉണ്ട്, ഉദ്യോഗസ്ഥർക്ക് HIV ഉണ്ട്, പോലീസുകാർക്ക് HIV ഉണ്ട്, വക്കീലന്മാർക്ക് HIV ഉണ്ട്. അപ്പോൾ അത് സമൂഹത്തിൽ എല്ലാവർക്കും വരാം. കാരണം ലൈംഗിക പെരുമാറ്റങ്ങൾ, ലൈംഗിക സ്വഭാവങ്ങൾ നമുക്ക് ഭരണഘടനയുടെ നിയമം വെച്ചോ അല്ലെങ്കിൽ പോലീസോ എക്സൈസോ ഒന്നും വിചാരിച്ച് നടത്താൻ പറ്റുന്ന കാര്യമല്ല. അത് അൺപ്രഡിക്റ്റബിളാണ്. നമുക്കൊരാളെയും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സമൂഹം അങ്ങനെയാണ്. ഞാനുൾപ്പെടെയുള്ള എല്ലാവരും ചേർന്ന സമൂഹത്തെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ HIV പടരുന്നത് നമ്മുടെ കുത്തിവയ്പ്പ് സൂചിയിലൂടെയാണെന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് നേരത്തെ ഉള്ളതാണെങ്കിലും ഇപ്പോൾ മലപ്പുറത്തെ കണ്ടുപിടുത്തം കാരണം ഈ പെട്ടെന്നത് പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഒരു വകുപ്പായിട്ട് മാറരുത്. ഇന്നലെ ഒരാൾ ചർച്ചയിൽ പറയുന്നുണ്ടായിരുന്നു, ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ എക്സൈസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് HIV പരിശോധിക്കണം. അത് തികച്ചും തെറ്റായൊരു വാദമാണ്. അങ്ങനെ ഒരാളെയും പരിശോധിക്കാൻ പറ്റില്ല. ഒരാളുടെ HIV പരിശോധന നടത്തണമെങ്കിൽ പോലും അയാളെ കൗൺസിൽ ചെയ്തിരിക്കുന്ന അയാളുടെ അനുവാദം വേണം. അത് ആരോഗ്യവകുപ്പിൻ്റെയാണ്, HIV സെല്ലിൻ്റെ പരിപാടിയാണ്. ഇപ്പോൾ ഈ ചികിത്സാ രോഗം ഇതൊക്കെ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ടതാണ്. രോഗം ഒരാളുടെയും കുറ്റമല്ല, അത് ഏത് രോഗമായാലും. ഞാൻ പറഞ്ഞ ആശുപത്രി ആക്രമിക്കാൻ വന്നവൻ അവിടെ കറങ്ങി വീണ് ഹൃദയാഘാതം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ രോഗിയാണ്. അപ്പോൾ അവൻ്റെ രോഗത്തെ പ്രത്യേകമായിട്ടാണ് കണ്ടത്. അത് പോലീസുകാരല്ലേ ചികിത്സിക്കുന്നത്. ആക്രമിച്ചവനല്ലേ നീ ഹാർട്ട് അറ്റാക്ക് ഒന്നിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ചികിത്സിക്കാമെന്ന് ആരെങ്കിലും പറയുമോ? അതുപോലെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നവർക്കോ ആർക്കായാലും അവന് HIV ഉണ്ടെങ്കിൽ അത് നോക്കേണ്ട HIV സെല്ലും ആരോഗ്യവകുപ്പാണ്, ഡോക്ടർമാരും മറ്റിതര ആരോഗ്യ പ്രവർത്തകരുമാണ്. അവർക്ക് ഇതിന് പരിശീലനമുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴയ്ക്കുന്നത്. കൂട്ടിക്കുഴച്ചാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് ആദ്യകാലത്ത് HIV പരിശോധനയൊക്കെ കേരളത്തിൽ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻറ്റാണ്. അന്നൊക്കെ ആർക്കെങ്കിലും HIV പോസിറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉടനെ പത്രവാർത്ത മാധ്യമങ്ങളിലൊക്കെ വന്ന് അത് നാണക്കേടാകുമായിരുന്നു. അതുകൊണ്ട് ജനങ്ങൾ ഒളിച്ചു വരികയും മറ്റുള്ളവരെ കൊടുത്തുവിടുകയും തെറ്റായ പേരുകൾ കൊടുക്കുകയും ചെയ്യുമായിരുന്നു. പണ്ട് HIV കണ്ടുപിടിക്കുന്നവരെ അവർ സമീപിച്ച് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുക, ബന്ധുക്കളെ തയ്യാറെടുപ്പിക്കുക, ഇതൊന്നും പറ്റാതെ പോയി. കാരണം തരുന്ന ഒരു പേരായിരിക്കും, തപ്പിച്ചെല്ലുമ്പോൾ ആ അഡ്രസ്സിൽ അങ്ങനെ ഒരു പേരിൽ ആൾ പോലും കാണില്ല, അല്ലെങ്കിൽ അങ്ങനെ അഡ്രസ്സേ കാണില്ല. അത് രോഗങ്ങളെ കുറ്റമായി കാണുന്ന രീതിയിൽ, അല്ലെങ്കിൽ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നാണക്കേട്, സ്റ്റിഗ്മയൊക്കെ വരുന്നതുകൊണ്ടാണ്. അത് HIV കാര്യത്തിൽ നമ്മൾ ഒരുപാട് മാറ്റി നിർത്തിയാണ് ഒരു പുതിയ സ്റ്റിഗ്മയ്ക്ക് നമ്മുടെ ഇത്തരം സംഭവങ്ങൾ കാരണമാകാനും പാടില്ല. രോഗം എന്ന് പറയുന്നൊരു കുറ്റമല്ല. ഇപ്പോൾ നമ്മൾ കോവിഡ് വന്നപ്പോൾ ഇത് സംഭവിച്ചു. ഇറ്റലിയിൽ നിന്ന് വന്നവരെല്ലാം കൂടെ HIV കൊണ്ടെന്നും പറഞ്ഞ് ഇറ്റലിക്കാരെ ഓടിക്കാനൊക്കെ നോക്കി, പിന്നെ പോലീസ് വീട്ടിൽ വരാൻ നോക്കി. അപ്പോൾ ഭയന്നു പോയി മനുഷ്യർ. അതോടെ ടെസ്റ്റിംഗ് കുറയുകയും ചെയ്തു. മനുഷ്യർക്ക് പോയി ടെസ്റ്റ് ചെയ്യാൻ പേര്, ടെസ്റ്റ് ചെയ്താൽ പോലീസ് പിടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ ചീത്തപ്പേര് കേൾക്കും. പിന്നെ റൂട്ട് മാപ്പ് നോക്കിക്കളയുന്നപ്പോൾ എല്ലാം ഭയന്നു പോയി. അതെന്താണ്? രോഗത്തെ ഒരു കുറ്റമായി കാണാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടാണ്. രോഗവ്യാപനം തടയാനായിട്ട് ആരോഗ്യവകുപ്പിനെ സഹായിക്കണം. നമുക്ക് വ്യക്തിഗത കടപ്പാടുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, സമൂഹത്തിൽ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. സമൂഹത്തിനെതിരായിട്ട് അല്ലെങ്കിൽ സർക്കാർ നിയമങ്ങൾക്ക്, നടപടികൾക്കെതിരായിട്ട് ഒരാൾ രോഗം വരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കുറ്റകരം തന്നെയാണ്. ഞാൻ പറയുന്നത്, ഒരാൾക്ക് രോഗം വരുന്നതൊരു കുറ്റമല്ല, അയാളെ സഹാനുഭൂതിയോടെയാണ് കാണേണ്ടത്. ഞാൻ പറയും, നമുക്കിടയിൽ നമുക്കറിയാത്ത പലർക്ക് HIV ഉണ്ടാവും. അവർ രഹസ്യമായി സൂക്ഷിക്കുന്നുണ്ടാവും. സൂക്ഷിക്കുന്നത് ഭയന്നിട്ടാണ്. ഇപ്പോൾ HIV വരുന്നത് ഒരു കുറ്റമായിട്ട്, അല്ലെങ്കിൽ മയക്കുമരുന്നിലൂടെ HIV കിട്ടിക്കഴിഞ്ഞാൽ അവനെ ഓട്ടിച്ചിട്ട് പിടിച്ച് പോലീസ് സ്റ്റേഷനിലോ എക്സൈസ് കൊണ്ട് HIV പരിശോധിക്കണമെന്നൊക്കെ പറയുന്നത് ശുദ്ധ ഭോഷ്കാണ്. ഒരു കാരണവശാലും പാടില്ല. അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക്, ഇന്ത്യയിലെ നിയമങ്ങൾക്കും എതിരാണ്, മനുഷ്യാവകാശ ലംഘനവുമാണ്. അപ്പം നമ്മൾ മയക്കുമരുന്ന് വ്യാപനം കുറയ്ക്കാനായിട്ടുള്ള എല്ലാ ശ്രമവും നടത്തണം. അതിനകത്ത് വ്യക്തി തൊട്ട് സമൂഹത്തിന്, നമ്മുടെ സർക്കാരിന്, ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്, യുവജന സംഘം, എല്ലാവർക്കും ഒരേപോലത്തെ ഉത്തരവാദിത്വമുണ്ട്. കാരണം ഒരു സമൂഹത്തെ, കേരളത്തിന് മുഴുവൻ മയക്കുമരുന്നിൻ്റെ അടിമകളാക്കി മാറ്റിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പുരോഗതി, ഇതുവരെ ആർജിച്ച എല്ലാ നേട്ടങ്ങളും നമുക്ക് അത് പുറകോട്ട് പോകും. അതുകൊണ്ട് ഈ മയക്കുമരുന്ന് വ്യാപനത്തിനേലും വിപത്തിനേലും നമ്മൾ ശ്രമിച്ചേ പറ്റുള്ളൂ. അതിന് പോലീസ് ചെയ്യേണ്ട റോളുണ്ട്, എക്സൈസുകാർക്ക് നോക്കേണ്ട റോളുണ്ട്, ആരോഗ്യവകുപ്പിനും ഡോക്ടർമാർക്കും ഇതര സ്റ്റാഫിനും ആശുപത്രികൾക്കൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴയ്ക്കരുത്. എന്ത് വന്നാലും ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അയാൾ രോഗിയാണ്.
അയാളെ സഹാനുഭൂതിയോടെ തന്നെയാണ് കാണേണ്ടത്. അയാൾക്ക് എല്ലാ അധികാരങ്ങളുമുണ്ട് രോഗിക്ക്. രോഗം പടർത്താനുള്ള അവകാശങ്ങളില്ല, പക്ഷേ മറ്റ് മനുഷ്യനുള്ള എല്ലാ അവകാശങ്ങളും ഭരണഘടന പറയുന്ന എല്ലാ അവകാശങ്ങളുള്ളതാണ് രോഗി. അപ്പോൾ രോഗി ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ രക്തം സ്വീകരിക്കുന്നതിലൂടെ, ഒരു ഓപ്പറേഷൻ മറ്റൊരു രക്തം സ്വീകരിക്കുന്നതിലൂടെ HIV പകരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും അത് ഏതാണ്ട് 1% അപ്പോൾ ഒരു കാര്യത്തിൽ ഇടപെടാത്ത വളരെ നിരപരാധിയായിട്ടൊരാൾക്ക് ഒരു ഓപ്പറേഷൻ രക്തം സ്വീകരിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ രക്തവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വരുമ്പോൾ രക്തം സ്വീകരിക്കുന്നതിലൂടെയൊക്കെ ഒരു വളരെ ചെറിയ സാധ്യത ഉണ്ടെങ്കിൽ അതിപ്പോഴും ലോകത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അയാളെ എങ്ങനെ നമ്മൾ കുറ്റപ്പെടുത്തും? നമ്മളിവിടെ പണ്ട് ലൈംഗിക തൊഴിലാളികൾക്കാണ് ഒരു HIV എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അവർ സുരക്ഷിത മാർഗം എടുക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് HIV വന്നപ്പോഴത്തെ സ്ത്രീകളെ കുറ്റം പറയാൻ തുടങ്ങി. പിന്നീടുള്ള പഠനങ്ങൾ കാണിച്ചു, കേരളത്തിലെ ആദ്യകാലത്ത് ഉള്ള കണക്ക് നോക്കുമ്പോൾ സ്ത്രീകൾക്കെല്ലാം കിട്ടിക്കുന്ന അവരുടെ ഭർത്താക്കന്മാരിലാണ്. അപ്പോൾ നമ്മൾ ഭർത്താവിന് കുറ്റം പറയണം. അപ്പോൾ ഇത് രോഗമെന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കേണ്ടതാണ്, നമ്മുടെ ജീവിത രീതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. പക്ഷെ ഇതൊന്നും പൂർണ്ണമായിട്ടും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബോംബെ സിറ്റിയിൽ 60% പേരും സ്ലമ്മുകളിൽ, ചേരികളിലാണ് ജീവിക്കുന്നത്. അവരുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അവിടെ അതുപോലത്തെ സ്ഥലങ്ങളിൽ ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റി, ഇതെല്ലാം കൂടെ ലിങ്ക്ഡാണ്. അപ്പോൾ ഇതൊരു രോഗം ഡോക്ടർ മരുന്ന് എന്ന് പറഞ്ഞ് പരിഹരിക്കാവുന്നൊരു പ്രശ്നമല്ല. ഇതൊക്കെ സാമൂഹ്യ പ്രശ്നങ്ങളും കൂടിയാണ്. അതുകൊണ്ട് വളരെ സുരക്ഷിതമായിട്ടാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കെല്ലാം HIV എന്ന് അവർ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവരെ പോലും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കിട്ടാതെ വരും. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ മരുന്നുകൾ ഉള്ളതുകൊണ്ടും പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ശക്തി കൊണ്ടും ലോകത്ത് മൊത്തത്തിൽ HIV കുറഞ്ഞു വരികയായിരുന്നു, ഇന്ത്യയിലും കുറയുകയായിരുന്നു. ആ സമയത്താണ് കോവിഡ് വന്നത്. നമുക്ക് പരിമിതമായ വിഭവങ്ങളേ ഉള്ളൂ. അത് മനുഷ്യ വിഭവശേഷിയായാലും പണമായാലും മരുന്നുകളായാലും എല്ലാതാണ്. അപ്പോൾ നമുക്കുണ്ടായിരുന്ന ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ സംവിധാനങ്ങളും ഉപകരണങ്ങളും എല്ലാം കോവിഡിലേക്ക് 2-3 വർഷം അങ്ങനെ അങ്ങ് തിരിഞ്ഞു. അപ്പോൾ എന്ത് പറ്റും? നമുക്കൊരു വീട്ടിലെ ബജറ്റ് പോലെയാണ്. നമ്മൾ സുരക്ഷിതമായിട്ട് കുട്ടിക്കുള്ള ഫീസ്, സ്കൂളിലെ മറ്റു കാര്യങ്ങൾ, നമ്മുടെ ഭക്ഷണം, കാറിൻ്റെ പെട്രോൾ, ഇതെല്ലാം സുരക്ഷിതമായിട്ട് നമ്മൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കുടുംബാംഗത്തിൽ വലിയൊരു രോഗം വന്നു, വലിയൊരു ഓപ്പറേഷൻ വന്നു, പെട്ടെന്ന് 10 ലക്ഷം രൂപ 20 ലക്ഷം രൂപ അപകടം പറ്റിയിട്ട് അപ്പോൾ കുടുംബ ബജറ്റ് തകർന്നു പോകും. അപ്പോൾ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഫീസും അല്ലെങ്കിൽ വീട്ടിൻ്റെ ലോൺ അടയ്ക്കാൻ, ഇതെല്ലാം താറുമാറായിപ്പോകും. അതുപോലെയാണ് രാജ്യങ്ങളുടെയും സംസ്ഥാനങ്ങളുടെയൊക്കെ അവസ്ഥ. കോവിഡ് വന്നപ്പോൾ ആരോഗ്യത്തിന് വെച്ചിരുന്ന ബജറ്റ് മുഴുവൻ കോവിഡിലേക്ക് പോയി. അപ്പോൾ മറ്റ് രോഗ നിയന്ത്രണങ്ങളും പരിശോധനകളും എല്ലാം തടസ്സപ്പെട്ടു. അപ്പോൾ അത് HIV-യും TB-യിലൊക്കെ പറ്റി. ദേശീയ പരിപാടികളാണെങ്കിൽ പോലും ഒന്ന് അവയിലേക്കുള്ള ഫണ്ടിങ് കാര്യമായി കുറഞ്ഞില്ലെങ്കിൽ പോലും ആരോഗ്യ പ്രവർത്തകരും ആശുപത്രികൾ മുഴുവൻ കോവിഡ് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ HIV പരിശോധനയൊക്കെ ഒരുപാട് കുറഞ്ഞു. പരിശോധന കുറയുമ്പോൾ എന്ത് പറ്റും? അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റില്ല, അവർ മറ്റു പലരും കൊടുത്തു എന്നും വരും. ക്ഷയരോഗത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചു. അപ്പോൾ ഇതൊക്കെ കോവിഡ് കാരണം അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ കോവിഡിന് ശേഷവും ആ കാലഘട്ടത്തിൽ നമ്മൾ മിക്കവാറും ഒക്കെ HIV കുറയുന്നെന്നൊക്കെ പറയുന്ന സർക്കാർ കണക്കുകൾ ഉണ്ടെങ്കിൽ പോലും പല പ്രദേശങ്ങളിലും HIV ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ വരും. വലിയ നഗരങ്ങൾ, ആ മെട്രോ നഗരങ്ങളുടെ ചേരി പ്രദേശങ്ങൾ അല്ലെങ്കിൽ നഗരങ്ങളിൽ തന്നെ HIV കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ പിന്നെ മയക്കുമരുന്ന്, കുത്തിവയ്പ്പ് മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നവരിലേക്കും അവരിലും HIV-യുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. നമ്മൾ HIV കുറഞ്ഞുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കുറയാൻ കാരണങ്ങളുണ്ട്. കാരണം HIV ടെസ്റ്റ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമുക്ക് മരുന്ന്, HIV-യുടെ അണുക്കളുടെ എണ്ണം കുറയ്ക്കാനുള്ള മരുന്നുകൾ ലഭ്യമാണ്. ഇതൊക്കെ ഉണ്ടായിട്ട് പോലും HIV കൂടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കോവിഡ് സമയത്തുള്ള നമ്മുടെ എല്ലാ റിസോഴ്സും അങ്ങോട്ട് പോയതുകൊണ്ടും പിന്നെ പ്രചരണ പരിപാടികൾ. ഒരു കാലത്തൊക്കെ എപ്പോഴും HIV പറ്റി പ്രചരണം ഉണ്ടായിരുന്നു, HIV കിട്ടാതിരിക്കാൻ നോക്കണം എന്നൊക്കെ. അതിനകത്തും കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ പരിഹരിക്കണം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഓടിച്ചിട്ട് ആക്രമിക്കുകയല്ല വേണ്ടത്. രോഗം ആർക്ക് വന്നാലും ഒരുപോലെ തന്നെയാണ്. രോഗം വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. അതിന് ബോധവൽക്കരണം, കൃത്യമായ ബോധവൽക്കരണം നടത്തണം. കേരളത്തിലെ ആരോഗ്യവകുപ്പും എയ്ഡ്സ് സെല്ലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ HIV-യുടെ അളവൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ആൻറ്റിനേറ്റൽ സർവേ, നമ്മൾ ഗർഭിണികളുടെ രക്തപരിശോധനയിലൂടെയാണ്. അതിലൂടെ ഏകദേശം സമൂഹത്തിൻ്റെ കണക്ക് കിട്ടും. അതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ പുതിയ പ്രശ്നം വന്നതുകൊണ്ടും പ്രത്യേകിച്ച് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളവരും ആ സമീപ പ്രദേശത്തുള്ളവരൊക്കെ ഇവിടെ ഒരുപാട് തൊഴിലാളികളായിട്ടുള്ളതുകൊണ്ടും അവർ കുത്തിവയ്ക്കുന്ന മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന അവരുടെ എണ്ണം കൂടുതലായതുകൊണ്ടും അവരുമായിട്ട് നമുക്ക് മലയാളി സമ്പർക്കം കൂടുതലായതുകൊണ്ടും മലയാളികൾ ഇവരുമായി ചേർന്ന് കുത്തിവയ്പ്പിലൂടെ മയക്കുമരുന്ന് എടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ HIV വ്യാപനത്തിനുള്ള സാധ്യത കൂടുകയാണ്. നമ്മൾ കണ്ടെത്തൽ കറക്റ്റാണ്. അത് ആ ഇൻഫർമേഷൻ സമൂഹത്തിനും നമ്മുടെ മെഡിക്കൽ രംഗത്തിനുമൊക്കെ കിട്ടിയത് നല്ലതാണ്. പക്ഷെ കൂടുതൽ പരിശോധനകളും ഗവേഷണങ്ങളും നടക്കണം. ആ മനുഷ്യരെ ഓടിച്ചിട്ട് പിടിച്ചോ ഭയപ്പെടുത്തിയോ അല്ല.
ഈ സമൂഹത്തിലൊക്കെ HIV കൂടുതലുണ്ടോയെന്ന് അറിയാനുള്ള പരിശോധന നടത്തണം. ഇനി ആർക്കെങ്കിലും HIV കണ്ടുപിടിച്ചാൽ, അത് ഏത് കുഴപ്പക്കാരന് കണ്ടുപിടിച്ചാൽ പോലും, യഥാർത്ഥത്തിലൊരു ക്രിമിനൽ കുറ്റവാളിക്ക് HIV കണ്ടുപിടിച്ചാൽ പോലും, അയാൾ രോഗിയാണ് HIVയുടെ കാര്യം വരുമ്പോൾ, അയാളോട് ആ കാര്യത്തിൽ വളരെ സഹാനുഭൂതിയോടെ തന്നെ പെരുമാറണം. HIV വേറെ നാട്ടുകാരുടെയാണ്, വേറെ പ്രദേശക്കാരാണ്, വേറെ സംസ്ഥാനക്കാരുടെയാണ്, അങ്ങനെയൊന്നും പറയാൻ ശ്രമിക്കരുത്. നമുക്കത് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ചികിത്സയ്ക്കും ഒക്കെ എല്ലാ തരത്തിലും അത് പ്രതികൂലമായി ബാധിക്കും.